Watch India's largest kids library only on Jio Hotstar. Download the app now. ഇന്നത്തെ നക്ഷത്രബലത്തിൽ എന്നെ കുറിച്ച് എന്തായിട്ടിരിക്കുന്നെന്ന് നോക്കട്ടെ. എന്റെ പത്തലു, എന്റെ നക്ഷത്രബലത്തിൽ ഇന്ന് എനിക്ക് ഗുഡ് ഡേ ആണെന്നാണ് ഇട്ടിരിക്കുന്നത്. കൊള്ളാം, ഇത് വളരെ നല്ല കാര്യമാണല്ലോ. കൂട്ടത്തിൽ എന്തായിട്ടിരിക്കുന്നെന്ന് വെച്ചാ എന്റെ കൂട്ടുകാരന് ബാഡ് ലക്കും ആണത്രേ. പത്തലു കണ്ടില്ലേ, ഇതിൽ എന്താ എഴുതിയിരിക്കുന്നെന്ന് വെച്ചാ ഇന്ന് എനിക്ക് ഗുഡ് ലക്കും നിനക്ക് ബാഡ് ലക്കും അത്രേ. മോട്ടു, നീ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഈ രാശിയിൽപ്പെട്ടവർ ഈ ലോകത്ത് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ബാഡ് ലക്കും ഗുഡ് ലക്കും ഉണ്ടാവാൻ പോവെന്നാണോ നീ പറയുന്നത്? വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്റെ പൈശാചിക ബുദ്ധിയിൽ ഒരു അപകടകരമായ ഐഡിയ തോന്നുന്നുണ്ട്. ആ ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സമയം ഇപ്പോൾ ആഗതമായിരിക്കുന്നു. കണ്ടില്ലേ പത്തലു, എന്റെ ഗുഡ് ലക്ക് തുടങ്ങി. കണ്ടില്ലേ സ്വർണ്ണ നാണയം. മോട്ടു, ഈ പൈസ ആരുടെങ്കിലും പോക്കറ്റിൽ നിന്ന് താഴെ വീണതായിരിക്കും. പക്ഷെ ഇവിടെ അടുത്തെവിടെ ആരെയും കാണുന്നില്ല. നമ്മളിപ്പോ ഇത് എന്താ ചെയ്യാ? എന്റെ പത്തലു, എന്റെ ഈ ഗുഡ് ലക്ക് പറയുന്നത് ഇത് ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യന് കൊടുക്കാമെന്നാണ്. അയ്യോ, എന്റെ അമ്മ! ആരെങ്കിലും പിടിക്കണേ! മോട്ടു, പത്ലു, നിങ്ങളല്ലേ ആ കാറിനെ അങ്ങോട്ട് തള്ളിയിട്ടത്? നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. കണ്ടില്ലേ പത്തലു, നിന്റെ ബാഡ് ലക്ക് കാരണം അവരുടെ കാർ വെള്ളത്തിൽ പോയത്. ഇപ്പൊ അവർ നമ്മുടെ പുറകിൽ വരുന്നുണ്ട്. എന്റെ മോട്ടു, ഇതൊക്കെ സ്വാഭാവികമായി സംഭവിച്ചതാ. വേഗം ഇവിടുന്ന് ഓടിക്കോ. നിൽക്കടാ മോട്ടു, പത്ലു, നിൽക്കാനാ പറഞ്ഞേ. മോട്ടു, നീ പറഞ്ഞത് ശരി തന്നെയാണ്. ഇത് ശരിക്കും എന്റെ ബാഡ് ലക്കാണ്. അത് നമ്മളെ എത്രയാ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. മോട്ടു, ഞാൻ കാരണം നിനക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നാ തോന്നുന്നു. സോറി. അതുകൊണ്ട് ഞാനിപ്പോ ഒരു തീരുമാനം എടുത്തിരിക്കുക. ഞാൻ ഈ നഗരം വിട്ട് പോവാൻ പോവാ, എന്നേക്കും, നിരന്തരമായി. ഇല്ല, അങ്ങനെ സംഭവിക്കരുത്. എന്ത് തന്നെ പ്രശ്നം വന്നാലും, അത് ഗുഡ് ലക്ക് ആയാലും ബാഡ് ലക്ക് ആയാലും, അതൊക്കെ കൂട്ടുകെട്ടിന് വെളിയിലാണ്. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് സന്തോഷത്തോടെ തന്നെ ജീവിക്കും പത്തലു. ഞാൻ ചെറുതായിട്ടൊന്ന് ഇമോഷണലായി. ബാഡ് ലക്ക് ഗുഡ് ലക്ക് എന്നൊന്നും ഇല്ല. ഇതൊക്കെ ഓരോരുത്തരുടെയും വിശ്വാസം മാത്രമാണ്. അത് നമ്മൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. ഈ മോട്ടുവിനെ പത്തിലുനെ കൊണ്ട് ഒരു രക്ഷയുമില്ലല്ലോ. നമ്മുടെ ഗുഡ് ലക്ക് ബാഡ് ലക്ക് പ്ലാൻ നല്ലതായിട്ടാണ് വേല ചെയ്യുന്നത്. ഇങ്ങനെ കുറച്ചു നേരം കൂടെ പോയാ മോട്ടു പത്ലു തമ്മിൽ ഇതേ ഗുഡ് ലക്ക് ബാഡ് ലക്ക് പറഞ്ഞ് വഴക്കുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ അവന്മാർ രണ്ടുപേരും ഈ നഗരം വിട്ട് പൊക്കളയും. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇത്രയും ബുദ്ധി വിവരമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നമ്പർ 1, നമ്പർ 2, എന്തായാലും നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. കൊള്ളാം. ഓ, അപ്പോഴിതായിരുന്നു എല്ലാ പ്രശ്നത്തിനും കാരണം. പത്തുലു, എന്തെങ്കിലും ഒരു ഐഡിയ ആലോചിക്കേ. ജോണിന് അവന്റെ മുത്തശ്ശിയെ മാത്രമല്ല, ആ മുത്തശ്ശിയുടെ മുത്തശ്ശന് ഓർമ്മ വരണം. ഐഡിയ.
കേക്കൂ എന്റെ ഇന്നത്തെ നക്ഷത്ര ഫലം. എന്റെ മോട്ടു, നീ വീണ്ടും ആരംഭിച്ചോ നക്ഷത്രഫലം എന്നൊക്കെ പറഞ്ഞിട്ട്? ഇന്നലത്തെ ഈ നക്ഷത്രഫലം കാരണം നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളാ നേരിട്ടത്. അതെ, പക്ഷെ പറഞ്ഞതൊക്കെ സംഭവിച്ചായിരുന്നില്ലേ? നോക്കൂ, ഇന്നെന്താണ് എന്റെ നക്ഷത്ര ഫലത്തിൽ ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാ എന്റെ കൂട്ടുകാരന് ബാഡ് ലക്ക് തീർന്നു എന്റെ ശത്രുവിന് ബാഡ് ലക്ക് തുടങ്ങിയെന്നുമാ. എന്ത് സത്യാണോ? അതെ അതെ, കേക്ക് കേക്ക്, ഞാൻ വായിക്കുന്നത് കേക്ക്. ആ, അതെന്തായാലും നന്നായി. എന്റെ പ്രശ്നം തീരാൻ പോവാ. പക്ഷെ നിന്റെ ശത്രു ആരാണ്? പത്തുലു ജോൺ ദ ഡോൺ ആണ്. ഞാൻ വെച്ച് അപ്പൊ എനിക്കിട്ട് തിരിച്ചു വെക്കുന്നോ? അതെനിക്കെതിരായിട്ട് മാറാൻ പോവാണോ? ഓക്കെ ഡോഗീസ്, ഷൂ ഷൂ ഷൂ. ഓടിക്കോ boss. ഇവിടെ നിന്നാലും നമ്മുടെ ജീവനും കൂടെ പോകും. വേഗം ഓടിക്കോടാ, ഓടി രക്ഷപ്പെട്ടോ. ബോസ്, നിങ്ങളുടെ ബാഡ് ലക്ക് തുടങ്ങി കഴിഞ്ഞു. വാരമെല്ലാം ശരിയായി വരുന്നു. ഗുഡ് ലക്ക് ആണെങ്കിലും ബാഡ് ലക്ക് ആണെങ്കിലും ശരി, ആദ്യം ഓടി രക്ഷപ്പെടാൻ നോക്കണേ. ഓടെ ഓടെ. ബോസ് ബോസ്, നമ്മൾ എവിടെ എത്തിച്ചേർന്നത്? ഈ സ്ഥലം രംഗ എന്ന് പറയുന്ന ഒരു ഭയങ്കരന്റെ സ്ഥലമാ. ഫുർഫുറി നഗരത്തിൽ വെച്ച മോട്ടുവിനെയും പത്തലുവിനെയും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ രംഗാബായുടെ അടുത്തേക്ക് വന്നേ. രംഗാബായ്, രംഗാബായ്, നിങ്ങളുടെ അടുത്തുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ റൗഡി വേണം എന്റെ കൂടെ അയക്കാൻ. ആ മോട്ടുവിനും പത്തലുവിനും ഒടുക്കത്തെ ബുദ്ധിയാ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഒരു കാരണവശാലും മോട്ടു സമോസ കഴിക്കാൻ പാടില്ല. കഴിച്ചാൽ പടി കിട്ടും, ഉറപ്പാ. രംഗ എല്ലാ ജോലിയും വൃത്തിയായിട്ട് ചെയ്തു കളയും. ജോൺ ദ ഡോൺ, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നല്ല മണം. അല്ല, നിങ്ങൾ എന്താണ് ഈ കാണിച്ചത് വലിയേട്ടാ? ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശത്രുക്കളാണെങ്കിൽ പോലും അവരെ ഉപദ്രവിക്കരുതെന്നല്ലേ? മാത്രമല്ല, ഞാൻ നിങ്ങളുടെ ശത്രു അല്ലല്ലോ, പിന്നെന്താ? ആ വരൂ വരൂ, എങ്കിൽ നമുക്ക് ശത്രുക്കളാകാം ഇനി മുതൽ. എന്റെ പേരാണ് രംഗ, ഇവിടുത്തെ വലിയ റൗഡിയാ. മോട്ടു, സമോസ കഴിക്കാൻ പണി തുടങ്ങ. രംഗ, നിന്റെ കാര്യം കഴിയുന്ന തോന്നണേ. ഓടെ ഓടെ. പത്ലു, നിന്റെ ബാഡ് ലക്ക് കാരണം എന്റെ ഗുഡ് ലക്ക് പോലും ശരിക്കും വർക്കാവുന്നില്ല. ഇന്നത്തെ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് എന്റെ ശത്രുവിന് ബാഡ് ലക്ക് തുടങ്ങുമെന്നാണ്. പക്ഷെ ജോണിന് ഒരു ബാഡ് ലക്ക് തുടങ്ങിയിട്ടില്ലല്ലോ. പക്ഷെ നിനക്കാണെങ്കിൽ ഇപ്പോഴും ബാഡ് ലക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നീ ഈ നഗരം വിട്ട് പോകുന്നതാ നല്ലത്. ഇല്ലെങ്കിൽ പത്ലു, ഇത് ശരിയാവും തോന്നില്ല. ഞാൻ എവിടേക്കും പോകാൻ പോകുന്നില്ല. നീ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ. എന്ത് വേണമെങ്കിലും ചെയ്തോന്നോ? പറഞ്ഞ കേക്ക് പത്ലു, ഈ നാട്ടിൽ നിന്ന് പോവാനാ പറഞ്ഞത്.
വെരി സോറി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. വെറുതെ വിടരുത് പത്തലു. എന്നെ എന്തിനാ ഇങ്ങനെ ഇടിച്ച് പറപ്പിക്കുന്നേ? രക്ഷിക്കണേ. നിങ്ങളുടെ ബാഡ് ലക്ക് നിങ്ങളെ പിന്തുടരുന്നുണ്ട്. ഞാനെന്താ പറയണെന്ന് വെച്ചാൽ നിങ്ങൾ ഓടിപ്പോ. ഇവിടെ നിന്നാലും നമ്മുടെ ജീവനും കൂടെ പോകും. വേഗം ഓടിക്കോടാ, ഓടി രക്ഷപ്പെട്ടോ. Watch India's largest kids library only on Geo Hotstar. Download the app now.